ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ ഒരു ട്വിസ്റ്റോട് കൂടിയ നല്ല അടിപൊളി ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് ബീഫ് നല്ല വൃത്തിക്ക് കഴുകി ചെറിയ സ്ട്രിപ്സ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ട, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി നമ്മളൊരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ ഒഴിച്ച ശേഷം ഈ ബീഫിന്റെ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിൻ സ്ട്രിപ്സ് ആയതുകൊണ്ട് അധികം താമസം വരത്തില്ല. ബീഫ് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതേ നോൺ സ്റ്റിക് പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള നീളത്തിൽ അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കാൻ മറക്കുകയും ചെയ്യല്ലേ. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഇട്ട് ലേശം വെള്ളവും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ ഈ എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ടീസ്പൂൺ പഞ്ചസാരയും ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച ആ പേസ്റ്റും 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലേശം മല്ലിയില ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് ആ അരപ്പൊക്കെ ഒന്ന് പറ്റി ആ മസാലയുടെ പച്ചമണം മാറി വരുന്നവരേക്കും വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചില്ലി ബീഫ് റെസിപ്പി റെഡിയായി. ലാസ്റ്റ് അല്പം മല്ലിയിലയും നമ്മുടെ വെളുത്ത എള്ളും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ബെസ്റ്റ് വിത്ത് പൊറോട്ട. സീ യു അഗൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്. മാസല.